അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ചുരിദാറൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അത് അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുരിദാറിൻ്റെ തുണി വെട്ടിയതിൻ്റെ ഫ്രണ്ട് ഭാഗം ലൈനിങ്ങും ഇതും കൂടിയിട്ട് ഒപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ നമുക്ക് ക്യാൻവാസ് വെച്ചടിക്കാനുള്ള തുണി വെച്ചിട്ട് അതിന്മേൽ ക്യാൻവാസ് അടിക്കുക. ആദ്യം വെട്ടി തുണി വെക്കുക, അതിൻ്റെ ശേഷം ക്യാൻവാസ് വെക്കുക. അങ്ങനെ അത് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുന്നേ വീഡിയോ ചുരിദാർ വെട്ടിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് കണ്ടവർക്ക് അടിക്കാനുള്ളതായിട്ട് ഈ വീഡിയോയും കണ്ടാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ഒരു അടി അടിച്ചു കൊടുക്കാൻ വെക്കും. ക്യാൻവാസും ലൈനിങ്ങും തുണിയും എല്ലാം കൂടി ഒപ്പം വെച്ചിട്ട് നല്ല ഭാഗത്ത് വെച്ചിട്ട് തന്നെ അടിക്കുക. നമുക്ക് ഉള്ളിലേക്ക് ഇത് മറിച്ചടിക്കാനുള്ളതായതുകൊണ്ട്. കഴുത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ചതാകും. ഒരു ശകരം പഴച്ച് കഴിഞ്ഞാൽ കോടിയിട്ടും ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ കഴുത്ത ക്യാൻവാസ് വെച്ച് കറക്റ്റാക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ കേട്ടോ. ആ ഒരു അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുത്തിൻ്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല. അതാണ് മറിച്ച് അടിച്ചെടുക്കുക വേണ്ടുള്ളൂ. ഫസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് അത് നോക്കിയിട്ട് ക്യാൻവാസിൻ്റെ തലപ്പ് നോക്കിയിട്ട് അടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ കഴുത്ത് വെട്ടുമ്പോഴൊക്കെ തുമ്പിനായിട്ട് കുറച്ച് ഒഴിച്ചിടുന്നത് അതിനാണ് കേട്ടോ. കറക്റ്റ് ഇറക്കെടുക്കാതെ കുറച്ച് മേലക്കാക്കിയിട്ട് വെട്ടിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കത് ഉള്ളിലേക്ക് മടക്കി കറക്റ്റ് ആ തലപ്പിനെ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ കഴുത്തിൻ്റെ ഭാഗം വൃത്തിയായി കിട്ടും. അപ്പോൾ ഈ തലപ്പിന് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ വൃത്തിക്കൊന്ന് അടിച്ചു കൊടുക്കാം. അത് വൃത്തിക്ക് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ആ ക്യാൻവാസ് കാണാതിരിക്കാനായിട്ട് ഉള്ളിലേക്ക് ലൈനിങ്ങും വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. കഴുത്തെല്ലാം വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ലൈനിങ് നിവർത്തി വെക്കുക. എന്നിട്ട് അതുമ്മ വെച്ച് അടിച്ചു കൊടുക്കുക. ഈ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് അടിക്കാനുള്ള ഇത് അങ്ങനെ പരത്തി വെച്ചിട്ട് നല്ല ഭാഗം അങ്ങോട്ടും ലൈനിങ് അങ്ങോട്ടും ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ ലൈനിങ്ങും നമുക്ക് ഈ കഴുത്തിൻ്റെ ബാലൻസ് വരുന്ന തുണി വെച്ച് അടിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ചുരിദാറൊക്കെ അടിക്കാൻ പഠിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ തികച്ച് വേണ്ട കേട്ടോ ഒരു ചുരിദാർ അടിക്കാൻ. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാലൊക്കെ മനസ്സിലാവും. അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ട്. അതാർക്കും അടിക്കാനറിയില്ല. വല്ല കീറിയതും വിട്ടതൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ട് ഈ തുണികളൊക്കെ എടുത്തിട്ട് നമ്മൾ കടയിൽ കൊണ്ട് അടുപ്പിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വയം പഠിച്ചുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കാര്യത്തിനെങ്കിലും അടിച്ചിടാനുള്ള ഒരിതായി കിട്ടുമല്ലോ. അപ്പോൾ കഴുത്തിൻ്റെ പണി കഴിഞ്ഞു. ഫ്രണ്ട് കഴുത്തിൻ്റെ. ഇനി നമുക്ക് ബാക്ക് കഴുത്തിന് പിന്നെ ഇത്ര ക്യാൻവാസൊന്നും വേണമെന്നില്ല. നമുക്ക് ക്യാൻവാസൊന്നും ഇല്ലാതെ തന്നെ നല്ല ഭാഗം ചീത്ത ഭാഗം വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. അതാ ബാക്ക് കഴുത്തിന് അടിക്കുമ്പോൾ നല്ല ഭാഗത്ത് വെച്ചിട്ട് വേണം ക്യാൻവാസ് ലൈനിങ് വെച്ച് അടിക്കാൻ ഇട്ടാൽ നല്ല ഭാഗം മേലക്കാക്കിയിട്ട് ലൈനിങ് മീതെ വെച്ചിട്ട് വേണം അടിക്കാൻ. കാരണം നമുക്ക് ഈ ലൈനിങ് അപ്പുറത്തേക്ക് മറിച്ച് വരുമ്പോൾ ഇതുള്ളിലും അത് പുറത്തുമായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ലൈനിങ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്.
വേണ്ട അങ്ങോട്ട് ആ കമ്പറം അപ്പുറത്തേക്ക് മറിച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ കഴുത്ത് കഴിഞ്ഞ് ആ വക്കിന് ഒരടിയും കൂടെ അടിച്ചു കൊടുത്താൽ കഴുത്തിൻ്റെ പണി കഴിഞ്ഞിട്ടോ. അപ്പോൾ അതൊന്ന് ഒതുക്കം കിട്ടാനായിട്ട് നമ്മൾ കറക്റ്റ് അതിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും കൂടി ഒന്ന് ജോയിൻ്റ് ആക്കി അടിച്ചെടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്ക് കഴുത്തിൻ്റെ മീതെ വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷൻ വെച്ചടിക്കേണ്ടത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്തിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് പുതച്ച് പുറത്തേക്ക് എടുത്ത് കൊടുക്കുക മറിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ചിട്ട് മറിച്ച് കൊടുത്താൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് വൃത്തിക്ക് അടിച്ചിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ്ട് ആ ലൈനിങ്ങിൻ്റെ അതിൻ്റെ മീതെ കൂടെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം. കണ്ടോ, നല്ല വൃത്തിക്കായി വന്നില്ലേ? തുമ്പൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്ത് അതേപോലെ അപ്പുറത്തെ കഴുത്തും ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം കൂടി വെച്ച് കൊടുക്കുക രണ്ടിൻ്റെ. എന്നിട്ട് ബാക്ക് ഭാഗത്തുള്ള ലൈനിങ് അത് മറിച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവുണ്ടാവും എന്ന് തോന്നണം. അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ മനസ്സിലാവുന്നുണ്ടാവും എന്നുള്ള രൂപത്തിലാണൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഉപകാരപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതഞ്ഞ് ആ ഭാഗം കൂടെ അടിച്ചു കൊടുത്തിട്ട് ഇനി മറിച്ച് കൊടുത്താൽ കഴുത്തിൻ്റെ പണി കഴിഞ്ഞിട്ടാണ്. വേണ്ട ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒക്കെ ആയി ജോയിൻ്റായി കൊടുത്ത് ഇനി നമുക്ക് ആ ലൈനിങ് ഇല്ലാതെയാണ് കയ്യിന് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഏപ്പുണ്ടല്ലോ നടുവിൽ, അപ്പോൾ അതൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. ലൈനിങ് വേണ്ടവർക്ക് വെക്കട്ടെ. ഞാൻ ലൈനിങ് ഇല്ലാതെയാണ് ഇടാനൊരു സുഖം കിട്ടണത്. അതുകൊണ്ടാണ് പിന്നെ നല്ല വൃത്തിയും കിട്ടുന്നത്. അതാണ് കൈ പൊന്തി നിൽക്കണതിനൊക്കെ നല്ല വൃത്തിക്ക് എടുക്കും ലൈനിങ് ഇല്ലാതെ. നിഴലടിക്കാനൊന്നും ചെയ്യാത്ത തുണി ആയതുകൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ ലൈനിങ് വേണ്ടവർക്ക് ഇതിൻ്റെ കറക്റ്റ് അളവിൽ ലൈനിങ് വെട്ടണത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ അളവ് വെട്ടണതിൽ പിന്നെയാണ് ഞാൻ ലൈനിങ് വേണ്ടാന്ന് വെച്ചത്. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള തുണി ആയതുകൊണ്ടാണ് ലൈനിങ് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ അത് ഏച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൃത്തി കിട്ടാൻ വേണ്ടി ആ നടുവിൽ കൂടെ ഒരടിയും കൂടിയും അടിച്ചു കൊടുത്താൽ അതൊരു ഏപ്പുണ്ടെന്ന് അറിയാത്ത രൂപത്തിൽ നല്ലൊന്ന് വൃത്തിക്ക് കിട്ടും. അപ്പോൾ അതിനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അത്ര പണിയുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത കയ്യിനും കൂടെ അതേമാതിരി ഏപ്പുണ്ടല്ലോ ജോയിൻ്റ് ആക്കിയിട്ട് നടുക്കിലെ കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ. രണ്ട് കയ്യും റെഡിയാക്കി വെക്കുക. അതും കൂടി അങ്ങനെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് കയ്യിൻ്റെ തലപ്പ് ഭാഗത്ത് മടക്കിയടിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2 മടക്കാക്കിയിട്ട് ചെറുതായിട്ടുണ്ട് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ
നടുപ്പ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ, ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു മടക്കടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡും അടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഉണ്ടോ? അപ്പോൾ കയ്യിൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെ 2 കൈയും വെച്ച് ഇനി അതൊന്ന് ആ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. കാരണം അത് അവിടെ നിന്ന് തെന്നിപ്പോയിട്ട് നമുക്ക് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ച് അടിക്കുമ്പോൾ. കണ്ടോ? കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ വെറുതെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അടിക്കുമ്പോൾ. അല്ലെങ്കിൽ നീങ്ങി പോയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഇറങ്ങി വന്നിട്ടൊക്കെ പിന്നെ നമുക്ക് തുന്നയ്ക്ക് അടിക്കുകയൊക്കെ നിൽക്കണം. അപ്പോൾ എന്നാലും അവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം കൈ വെച്ച് അടിക്കാവുമ്പോൾ ഒന്നും കൂടി എളുപ്പമാവും, വൃത്തിയാവും. അപ്പം ഇനി കൈ അങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ആ ഷോൾഡർ കറക്റ്റായോന്ന് നമ്മൾ മറ്റേ ചുരിദാർ വെച്ചിട്ടൊന്ന് നോക്കിയതാട്ടോ. കറക്റ്റാണ്. അപ്പോൾ മറ്റേ കയ്യും കൂടിയും അതേപോലെ അടിച്ചിട്ട് നോക്കി നോക്കാം. നമ്മൾ വെട്ടിയത് തന്നെ കറക്റ്റായിട്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒന്ന് വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആക്കി ഇടാൻ കുറച്ച് ലെങ്ത്ത് കൂടിയോണ്ട് 2 വീഡിയോ ആക്കിയിട്ടാണ് ഇടുന്നത്. 2ഉം ഇന്ന് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടാലാണ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആകുമ്പോൾ ലെങ്ത്ത് കൂടുതലായി വരികയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വീഡിയോസും കാണാം. അപ്പോൾ അതാ കയ്യിൻ്റെ 2 കൈയും ഏക്കൽ കഴിഞ്ഞു. ഇനി അതിൻ്റെ അടിയിലുള്ള ലൈനിങ് ഉണ്ടല്ലോ നമ്മൾ വെച്ച് തുണിയുടെ, അപ്പോൾ അതിൻ്റെ അടിഭാഗം 2 സൈഡും വെച്ചാൽ 2 ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തുള്ള ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് അടിച്ചു കൊടുക്കണം. ഉള്ളിലേക്കായിട്ട് വരുന്ന രൂപത്തിൽ ഒരു മടക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം ചുരിദാറിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടുത്ത് ബാക്കി വീഡിയോയിൽ